വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ ഇനി വരാൻ പോവുകയാണ്. ഡ്രൈവർ പരീക്ഷകൾ, പോലീസ് ഡ്രൈവർ പരീക്ഷയാണെങ്കിലും, നമ്മുടെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയാണെങ്കിലും, അതുപോലെ ഫോറസ്റ്റ് ഡ്രൈവർ, എല്ലാ ഡ്രൈവർ പരീക്ഷകളും മെയ് മാസം മുതൽ അങ്ങോട്ടുള്ള കാലയളവിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോവുക. അപ്പോൾ പരീക്ഷകൾ അടുത്തുകൊണ്ടിരിക്കുന്നു. കിട്ടുന്ന സമയങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ കൃത്യമായിട്ടത് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഒരുപാട് പേര് ജോലി ചെയ്തുകൊണ്ടായിരിക്കും പഠനത്തിന് വേണ്ടി ബാക്കി കിട്ടുന്ന സമയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ അവസാനം കിട്ടുന്ന സമയമുണ്ടല്ലോ, അത് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ആക്കി എടുക്കുവാൻ ശ്രമിച്ചാലും മതി. നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുന്നതോ അല്ലെങ്കിൽ 10 മണിക്കൂർ പഠിക്കുന്നതോ അല്ലെങ്കിൽ 15 മണിക്കൂർ പഠിക്കുന്നതോ കൊണ്ട് കാര്യമില്ല. നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂറാണോ പഠിക്കുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം അത് പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട്, അതായത് നമ്മുടെ സിലബസിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു പഠനമാണ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പരീക്ഷകൾക്കും, മാത്സ് ഉള്ള എല്ലാ പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു സബ് ടോപ്പിക്കാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ. അപ്പൊ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. ചില പരീക്ഷകളിൽ ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. എന്താണെന്ന് ചോദിച്ചാൽ 4 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയോ? ആകെ 4 ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രമേൽ എളുപ്പമാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. നമ്മൾക്ക് ഒരു ഐഡിയ പോലും ഇല്ലാതെ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ 4 ഇക്വേഷൻ അത് എവിടെയാണോ ഉപയോഗിക്കേണ്ടത് ആ 4 ഇക്വേഷൻ കൃത്യമായിട്ട് ഇന്ന പോയിന്റിലാണ് 4 ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എന്നും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏതാണോ കീവേഡ് അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ കിട്ടും. പിന്നെ വെട്ടാൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഏറ്റവും അവസാനം നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ട്രെയിൻ ഇത്രയും എളുപ്പമായിരുന്നോ എന്ന് ചോദിക്കും. അതാണ് മറ്റൊരു പ്രത്യേകത. സോ അത്രമേൽ എളുപ്പമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ മക്കളെ, ട്രെയിൻ പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതിൽ ഒന്നാമത്തത്, ലംബമായിട്ട് നിൽക്കുന്ന കുത്തനെ നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ, കുത്തനെ നിൽക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാ? കുത്തനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. അത് ആരൊക്കെയാണ്? അതിലൊന്നേതാണ്? ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇത്രയും വാക്കുകളാണെങ്കിൽ ഇതൊക്കെയാണല്ലോ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. ഏതൊക്കെയാണ്? ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവും, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. എഴുതിയെടുത്തോണേ. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം ആണ് ഓർത്തിരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അതായത് ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം എന്ന് പറയുന്ന ഇക്വേഷൻ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. രണ്ടാമത്തത്, തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കളാണെങ്കിൽ, തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാല് പാലം, ഒരു പാലത്തിനെ മറികടന്നു, ഒരു പ്ലാറ്റ്ഫോമിനെ മറികടന്നു, ഒരു തുരങ്കത്തിനെ മറികടന്നു, ഒരു കൃഷിപ്പുരയിടം മറികടന്നു, അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ. ഇത്രയും സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു
സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവര് എന്താണോ തരുന്നത്, പാലമാണെങ്കിൽ പാലം, പ്ലാറ്റ്ഫോം ആണെങ്കിൽ പ്ലാറ്റ്ഫോം, തുരങ്കമാണെങ്കിൽ തുരങ്കം, അവരെന്താണോ തരുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടണം ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. സോ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ആണെങ്കിൽ ടൈപ്പ് 1, ടെലിഫോൺ പോസ്റ്റ് ആണെങ്കിൽ ടൈപ്പ് 1, മരമാണെങ്കിൽ ടൈപ്പ് 1, അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിൽ ബിന്ദു ആണെങ്കിൽ ടൈപ്പ് 1, പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ ആണെങ്കിൽ ടൈപ്പ് 2. അങ്ങനെയാണെങ്കിൽ എന്താണോ തരുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടണം ഡിവൈഡഡ് ബൈ സമയം. രണ്ടെണ്ണം സെറ്റായോ? എഴുതിയെടുത്തോ. മൂന്നാമത്തെ ടൈപ്പ് ദാ പിടിച്ചോ. 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു. ഒരാൾ തെക്കോട്ടാണെങ്കിൽ ഒരാൾ വടക്കോട്ട്. കണ്ടോ, 2 ട്രെയിനുകൾ, ഒരാൾ അങ്ങോട്ടാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട്, ഒരാൾ കിഴക്കോട്ടാണെങ്കിൽ ഒരാൾ പടിഞ്ഞാറോട്ട്. അങ്ങനെ 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബോർഡിൽ വന്നാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറയണം, സാറേ അതിന്റെ ഇക്വേഷൻ S1 പ്ലസ് S2 ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. കണ്ടോ, ഇതാണ് ഇക്വേഷൻ. 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്നൊരു ചോദ്യം വന്നാല് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം ആണ് ഇക്വേഷൻ. അതില് S1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ട്രെയിനിന്റെ സ്പീഡാണ്, S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ്, L1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ട്രെയിനിന്റെ ലെങ്ത്, L2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത് ആണ്. അപ്പോൾ 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. അതേപോലെ 2 ട്രെയിനുകൾ ഒരേ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്നാണ് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ S1 മൈനസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ സമയം. കണ്ടോ, ഈ 4 ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചാൽ മതിയടാ. S1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ ട്രെയിനിന്റെ സ്പീഡാണ്, S2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ്, L1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ ട്രെയിനിന്റെ നീളം, L2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളമാണ്. അങ്ങനെ 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ ടൈപ്പ് 3, 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ ടൈപ്പ് 4. സോ ടൈപ്പ് 4 ആണെങ്കിൽ S1 മൈനസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. ടൈപ്പ് 3 ആണെങ്കിലോ S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. ഈ 4 ഇക്വേഷൻ വൃത്തിയായിട്ട് നിങ്ങൾ ഒരു പേപ്പറിനകത്തേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രമേൽ എളുപ്പമായിരുന്നോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ബോർഡിൽ വന്നിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു: 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ ഒരു ബിന്ദുവിനെ, കണ്ടോ, ബിന്ദു എന്ന് കേട്ടാൽ ടൈപ്പ് 1, മരം എന്ന് കേട്ടാൽ ടൈപ്പ് 1, ഇലക്ട്രിക് പോസ്റ്റ് എന്ന് കേട്ടാൽ ടൈപ്പ് 1, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു, ടൈപ്പ് 1. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. എഴുതിയോ? സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. സ്പീഡ് തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ പെർ അവർ, സമയം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. എടാ, സ്പീഡ് വരുന്നത് കിലോമീറ്റർ പെർ അവറും സമയം സെക്കൻഡിലും അല്ലേ? അപ്പൊ ഒരു പണി ചെയ്യണം. സ്പീഡ് കിലോമീറ്റർ പെർ അവർ അല്ലേ? നമ്മൾ നേരത്തെ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? സ്പീഡിന്റെ 2 പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഒന്ന് ഏതാണ്? ഒന്ന് കിലോമീറ്റർ പെർ അവറും ഒന്ന് മീറ്റർ പെർ സെക്കൻഡുമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ചില സമയത്ത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരും, ചില സമയത്ത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കേണ്ടി വരും. എടാ കുഞ്ഞുങ്ങളെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ, മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. അതേപോലെ മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. മറന്നു പോരുത്, തിരിഞ്ഞു പോരുത്.
കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പീഡ് 72 കിലോമീറ്റർ പെർ അവർ. എന്തായാലും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. സോ 72 കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇടതുവശം ക്ലിയർ ആയി. ഇവിടെ മക്കളെ വലതുവശം ട്രെയിനിന്റെ നീളം അറിയില്ല, കണ്ടുപിടിക്കണം. സോ ട്രെയിനിന്റെ നീളം നമ്മൾ അതുപോലെ തന്നെ എഴുതി വെച്ചു. സമയം തന്നിട്ടുണ്ട് 10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 10 എഴുതി വെച്ചു. കണ്ടോ? ഇനി നമ്മൾ വൃത്തിയായിട്ടൊന്ന് വെട്ടിയെടുത്താൽ ആൻസറായി. വെട്ടിക്കൂ. എന്താണ്ടേ എടാ, ഈ 18ഉം 72 ഒറ്റയടിക്ക് വെട്ടിക്കൂടെ? എത്ര കൊണ്ട് വെട്ടാം? വേണമെങ്കിൽ നിങ്ങൾക്ക് 2 കൊണ്ട് വെട്ടാം, കാരണം രണ്ടുപേരും 2ന്റെ ഗുണിതങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടാം, കാരണം രണ്ടുപേരും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 കൊണ്ട് വെട്ടാം, 6ന്റെ ഗുണിതങ്ങളാണ്. അതും അല്ലെങ്കിൽ 9 കൊണ്ട് വെട്ടാം, 9ന്റെ ഗുണിതങ്ങളാണ്. അതും അല്ലെങ്കിൽ എടാ ഒറ്റയടിക്ക് 18 കൊണ്ട് വെട്ടാം, കാരണം 18ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 72. എല്ലാവർക്കും അറിയാവുന്നതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, 9 കൊണ്ട് വെട്ട്. 9 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 9 കൊണ്ട് ഹരിക്കുക. 18നെ 9 കൊണ്ട് ഹരിച്ചാൽ 2, 72നെ 9 കൊണ്ട് ഹരിച്ചാൽ 8. കണ്ടോ? 2ഉം 8ഉം കൂടെ 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 ആണ്. ഇനി ഒന്നും നമുക്ക് വെട്ടാനില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ പോരെ. 2 ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കണം എന്നാണ് പഠിച്ചത്. എടാ മക്കളെ, 4ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 20 അല്ലേ? ആ 20നെ 10 കൊണ്ട് ഗുണിച്ചാൽ 200 അല്ലേ? അങ്ങനാണെങ്കിൽ ട്രെയിനിന്റെ നീളം ഇസ് ഈക്വൽ ടു 200 മീറ്റർ എന്ന് വരും. ഉത്തരം 200 മീറ്റർ ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഉത്തരം ക്ലിയർ ആയി. ഒന്നാമത്തെ ഉത്തരം 200 മീറ്റർ എന്നുള്ളതായിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. വളരെ ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. കാരണം മാത്സിന്റെ അടിസ്ഥാനമില്ലാത്ത ഒരുപാട് പേരുണ്ട്, ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്, വെട്ടാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ സജഷൻസ് എല്ലാം ഒരു കമന്റ് ബോക്സിനകത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ അടുത്തടുത്ത ഭാഗങ്ങളിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട്, മാത്സിനകത്ത് എന്താണോ ബുദ്ധിമുട്ടെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. വെട്ടാൻ അറിയില്ല, ചോദിക്കാം. വെട്ടാൻ അറിയില്ലെങ്കിൽ ചോദിക്കുക. വെട്ടാൻ പഠിപ്പിക്കാം. അതല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഭാഗത്തെ പ്രശ്നം അത് കൃത്യമായിട്ട് അതുകൂടി മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുണ്ട്. ചോദ്യം താ പിടിച്ചു, ബോർഡിൽ കിടപ്പുണ്ട്. ചോദ്യം ഇതായിരുന്നു. ചോദ്യം: 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് ഒരു മരം എന്ന് കേട്ടാൽ ടൈപ്പ് 1 അല്ലേ? മരം, മനുഷ്യൻ, ബിന്ദു, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ് ആണെങ്കിൽ ടൈപ്പ് 1 ആണെന്ന് മനസ്സിലായി. സോ ടൈപ്പ് 1 ആണെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. സോ ഇവിടെ സ്പീഡ് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രെയിനിന്റെ നീളം 300 മീറ്റർ ആണ്. ട്രെയിനിന്റെ നീളം 300 മീറ്റർ ഡിവൈഡഡ് ബൈ സമയം 12 സെക്കൻഡ്. സമയം 12 സെക്കൻഡ് ആണ്. 300നെ 12 കൊണ്ട് ഹരിച്ചാൽ നമ്മൾക്ക് അവിടെ ആൻസർ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. 300നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. ട്രെയിനിന്റെ നീളം 300, സമയം 12 ചെയ്ത ആൻസർ കിട്ടും. നിങ്ങൾ പതുക്കെ വെട്ടി ചെയ്താൽ മതി. തുടക്കക്കാരാണെങ്കിൽ 2 കൊണ്ട് വെട്ടിയാൽ മതിയടാ, കാരണം 2 കൊണ്ട് വെട്ടാൻ എളുപ്പമല്ലേ. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. ഒരുപാട് പേർക്ക് അറിയില്ല. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ പകുതി എടുക്കുക എന്നല്ലേ അർത്ഥം. 12ന്റെ പകുതി 6 അല്ലേ? 300ന്റെ പകുതി 150 അല്ലേ? എടാ 6ന്റെ പകുതി 3 അല്ലേ? 150ന്റെ പകുതി 75 അല്ലേ? 75നെ 3 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 75നെ 3 കൊണ്ട് ഹരിച്ചാല് 25 വരും.
ഉത്തരം 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇതായിരുന്നു ഉത്തരം. ഉത്തരം 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. സോ അവിടെയും ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം ബോർഡിൽ വന്നിട്ടുണ്ട്. പതുക്കെ ചെയ്ത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. മരം അല്ല, പ്ലാറ്റ്ഫോം എന്ന് കേൾക്കുമ്പോൾ ടൈപ്പ് 2 ആണെന്ന് നിങ്ങൾക്ക് ഒരു ബോധം വരും, അല്ലെങ്കിൽ ഒരു ചിന്ത വരും. പക്ഷേ അല്ല, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് മറികടക്കുന്നത്. മനുഷ്യൻ എന്ന് കേട്ട് കഴിഞ്ഞാല് ടൈപ്പ് 2 ആണെന്ന് ഓർത്തിരിക്കണം. ടൈപ്പ് 1 ആണ് മനുഷ്യൻ, മരം, മനുഷ്യൻ, ബിന്ദു, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ് ആണെങ്കിൽ ടൈപ്പ് 1 ആണെന്ന് ഓർത്തിരിക്കണം. പക്ഷെ ഇവിടെ നമ്മുടെ സ്വാഭാവികമായിട്ടും പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. പ്ലാറ്റ്ഫോമിനെ മറികടക്കുന്നു എന്നല്ല പറഞ്ഞത്, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മനുഷ്യനെ മറികടക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മനുഷ്യനെ മറികടക്കുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ ടൈപ്പ് 1 ആണെന്ന് ഓർത്തിരിക്കാം. സോ ടൈപ്പ് 1 ആണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതിക്കോ, ടൈപ്പ് 1 അല്ലേടാ. അപ്പൊ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. സോ വൃത്തിയായിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചു. തന്നിരിക്കുന്ന ഡേറ്റ സ്പീഡ് തന്നിട്ടുണ്ടോ? സ്പീഡ് തന്നിട്ടുണ്ടോ? സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ ആണ്. സ്വാഭാവികമായിട്ട് മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരും. കാരണം നീളം തന്നിരിക്കുന്ന 180 മീറ്റർ. അപ്പൊ തന്നെ ആലോചിച്ചോണം, സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ അല്ലേ? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണ്ടേ? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. 54നെ 5/18 കൊണ്ട് ഗുണിച്ചാല് ഇടതുവശം ക്ലിയർ ആയി. സോ വലതുവശത്തേക്ക് പോകാം. ട്രെയിനിന്റെ നീളം 180 ആണ്. ട്രെയിനിന്റെ നീളം 180 ഡിവൈഡഡ് ബൈ സമയം ആണ് കണ്ടുപിടിക്കേണ്ടത്. സമയം ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. സമയം ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി വെട്ടിക്കോ. ഏതൊക്കെ വെട്ടാം? 18ഉം 54ഉം കൂടെ വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടാം, വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടാം. തുടക്കക്കാരാണെങ്കിൽ 2 കൊണ്ടോ 3 കൊണ്ടോ ഒക്കെ വെട്ടിയാൽ മതി. അല്ലെങ്കിൽ 6 കൊണ്ട് വെട്ടാം, അതും അല്ലെങ്കിൽ 9 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് 18 കൊണ്ട് വെട്ടാം. കാരണം 18ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ് 54. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും വെട്ടാം. 18ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 54. അല്ലെങ്കിൽ നിങ്ങൾ 2 കൊണ്ടോ 3 കൊണ്ടോ 6 കൊണ്ടോ 9 കൊണ്ടോ വെട്ടാം, നിങ്ങളുടെ ഇഷ്ടമാണ്. 9 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം 9 കൊണ്ട് ഹരിക്കുക. 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ 6 കൊണ്ട് വെട്ടാം അല്ലേ? രണ്ടുപേരും 6ന്റെ ഗുണിതങ്ങളാണ്. 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3, 54നെ 6 കൊണ്ട് ഹരിച്ചാൽ 9. കണ്ടോ? 9 6 54. 3ഉം 9ഉം കൂടെ 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. കണ്ടോ? ഇനി ഇവിടെ കിടക്കുന്ന ഈ 3ഉം അവിടെ കിടക്കുന്ന 180ലെ 18ഉം കൂടെ വെട്ടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെ വെട്ടാം. അറിയില്ലെങ്കിൽ എഴുതിയെടുത്തു. സമത്തിന്റെ ഒരു വശത്ത് കിടക്കുന്ന സംഖ്യയെ മറ്റൊരു വശത്ത് കിടക്കുന്ന സംഖ്യ കൊണ്ട് കയറി വെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വെട്ടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അംശവും കൂടെ വെട്ടാം. അതേപോലെ ഛേദവും കൂടെ വെട്ടാം. അതായത് എടാ കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിയേ, ഇവിടെ അംശമായ 3ഉം അംശമായ 18ഉം കൂടെ വെട്ടാം. രണ്ടുപേരെയും വെട്ടാം. 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3നെ 3 കൊണ്ട് ഹരിച്ച 1 ആണ്. 18നെ 3 കൊണ്ട് ഹരിച്ച 6, 60 മാറും. അപ്പോഴാണ് മനസ്സിലായത് എടാ ഈ 5ഉം ഈ 60ഉം കൂടെ വെട്ടാം. രണ്ടുപേരും അംശങ്ങളാ. അപ്പോൾ നമ്മൾ പറയും 5ഉം 60ഉം കൂടെ 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 ആണ്. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ 12. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഒന്നും ചെയ്യാനില്ല, ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു സമയം, ദാറ്റ് ഈസ് സമയം ഇസ് ഈക്വൽ ടു 12 1 കൂടെ ഗുണിച്ചാൽ 12. 12 സെക്കൻഡ് എന്ന് വരത്തില്ലേ? 12 സെക്കൻഡ് ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. പരിപാടി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 50 ചോദ്യങ്ങളെങ്കിലും ചെയ്തു പഠിക്കണം. 50 ചോദ്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് എടുത്തു വെച്ചുകൊണ്ട് പഠിച്ച്
മുമ്പോട്ട് പോവുകയാണെങ്കിൽ ട്രെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് അവസാനിക്കും. സിമ്പിളാണ്. ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുണ്ട്. വായിച്ചിട്ട് ഏത് ടൈപ്പ് ആണെന്ന് ആദ്യം പറയണം. നിങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞു ഏത് ടൈപ്പ് ആണെന്ന് പറയണം. ആദ്യം ഏത് ടൈപ്പ് ആണെന്ന് പറയണം. അത് വായിച്ചു നോക്കുമ്പോൾ പാലം മറികടന്നു എന്നല്ലേടാ പറഞ്ഞത്. പാലം മറികടന്നു, പ്ലാറ്റ്ഫോം മറികടന്നു, തുരങ്കം മറികടന്നു, കൃഷിപ്പുരയിടം മറികടന്നു, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ മറികടന്നാൽ ടൈപ്പ് 2 അല്ലേ? ടൈപ്പ് 2. സോ അങ്ങനെ ടൈപ്പ് 2 ആണെങ്കിൽ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് പ്ലസ് അവര് എന്താണോ തന്നിരിക്കുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. ഇതായിരുന്നു ഇക്വേഷൻ. ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 km/h എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കണ്ടേ? 5/18 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇടതുവശം ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളം 220 മീറ്റർ, പാലത്തിന്റെ നീളം 80 മീറ്റർ ആണ്. എടാ മക്കളെ 220 80 കൂടെ കൂട്ടിയാൽ 300 എന്ന് വരും ഡിവൈഡഡ് ബൈ സമയം. കണ്ടോ? അപ്പോഴാണ് മനസ്സിലായത്. ദാ പിടിച്ചു, ഈ കിടക്കുന്ന 30ഉം ആ കിടക്കുന്ന 30ഉം കൂടെ കട്ട് ചെയ്തൂടെ? കാരണം രണ്ടുപേരും അംശങ്ങളല്ലേ. വെട്ടാം. 30 പോയാൽ പിന്നെ ബാക്കി 1, ഒരു 0 കൂടെ ഉണ്ട് കേട്ടോ, 11 വരും. അപ്പോഴാണ് മനസ്സിലായത് ഈ കിടക്കുന്ന 5ഉം ആ കിടക്കുന്ന 10ഉം കൂടെ വെട്ടാം. 5 കൊണ്ട് വെട്ടാം. 5ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 10. ഇനി ക്രോസ് ചെയ്താൽ മതി, വേറൊന്നും നിവർത്തിയില്ല. 2ഉം 18 വെട്ടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ 18 മേളിലായിരുന്നെങ്കിൽ വെട്ടായിരുന്നു, അല്ലെങ്കിൽ 2 താഴെ ആയിരുന്നെങ്കിൽ 2ഉം 18 വെട്ടായിരുന്നു. അങ്ങനെ പറ്റത്തില്ല. അപ്പൊ ക്രോസ് ചെയ്തു. 1 ഇൻറ്റു സമയം, അതായത് സമയം ഇസ് ഈക്വൽ ടു 18 ഇൻറ്റു 2 36 സെക്കൻഡ് എന്ന് വരും ആൻസർ. ഉത്തരം 36 സെക്കൻഡ് എന്നെഴുതി അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലേക്ക് 1 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചോദ്യം, ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കണം എന്നല്ലേ പറഞ്ഞത്? എടാ ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കണം എന്ന് പറഞ്ഞാൽ അത് ടൈപ്പ് 2 അല്ലേ? പ്ലാറ്റ്ഫോം, പാലം, തുരങ്കം, കൃഷിപ്പുരയിടം ടൈപ്പ് 2 അല്ലേ? അപ്പോഴേ ഇക്വേഷൻ എഴുതിക്കോ. സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് ഇവര് തന്നത് എന്തായിരുന്നു? പ്ലാറ്റ്ഫോം ആയിരുന്നു. സോ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. കാരണം ടൈപ്പ് 2 അല്ലേ. 2 ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു എന്ന് പറഞ്ഞ ടൈപ്പ് 3, സെയിം ഡയറക്ഷൻ ടൈപ്പ് 4 ആണ്. അപ്പോൾ ഇവിടെ 520 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 90 km/h വേഗതയിലാണ് പോകുന്നത്. സ്പീഡ് തന്നിട്ടുണ്ട് 90 km/h. സ്പീഡ് 90 km/h ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇടതുവശം ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളം 520 മീറ്റർ അല്ലേ? എടാ ട്രെയിനിന്റെ നീളം 520 മീറ്റർ, അതുപോലെ പ്ലാറ്റ്ഫോമിന്റെ നീളം 130 അല്ലേ? പ്ലാറ്റ്ഫോമിന്റെ നീളം 130 കൂട്ടിക്കൂ. കാരണം ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂട്ടണം. 520 130 കൂടെ കൂട്ടിക്കൂ. 520 130 കൂടെ കൂട്ടിയാൽ 650 എന്ന് വരും. സോ 650 ഡിവൈഡഡ് ബൈ സമയം 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 സമയം. ഇനി വെട്ടിക്കും. ഏതൊക്കെ വെട്ടാവും നോക്കിക്കേ. 90ന്റെ 0ഉം 650ന്റെ 0ഉം കൂടെ വെട്ടുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം രണ്ടുപേരും അംശങ്ങളാണ്. അതേപോലെ 5ഉം 65ഉം കൂടെ വെട്ടുന്നതിലെ ഒരു തെറ്റുമില്ല. കാരണം രണ്ടുപേരും അംശങ്ങളാണ്. 5ന്റെ 13ാമത്തെ ഗുണിതമാണ് 65. കാരണം നമുക്കറിയാം 5ന്റെ 12ാമത്തെ ഗുണിതമാണ് 60. 5ന്റെ 13ാമത്തെ മൾട്ടിപ്പിൾ ആണ് 65. സാധാ രീതിയിലുള്ള വെട്ട് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വെച്ചിരിക്കുന്ന വെട്ടിന്റെ അടിസ്ഥാനത്തിലെ 9ഉം 18ഉം കൂടെ സാധാ രീതിയിൽ വെട്ടാം. 9ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 18.
ഇനി ഒന്നും വെട്ടാനില്ലെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കടാ കുഞ്ഞുങ്ങളെ, ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 ഇൻറ്റു സമയം, ദാറ്റ് ഈസ് സമയം ഈസ് ഈക്വൽ ടു 13ഉം 2ഉം കൂടെ ഗുണിച്ചാല് 13 2 26, ഉത്തരം 26 സെക്കൻഡ് എന്ന് വരും. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. അതായിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ പ്ലാറ്റ്ഫോം, പാലം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ കേട്ടാൽ ടൈപ്പ് 2. 2 ട്രെയിനുകൾ ഒരേ ദിശ ടൈപ്പ് 4, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ടൈപ്പ് 3 ആണെന്ന് വൃത്തിയായിട്ട് ഓർത്തിരുന്നു കൊണ്ട് വേണം പ്രോബ്ലം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ വന്നു, ദാ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യനാ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. സോ വൃത്തിയായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വീഡിയോ പോസ് ചെയ്ത് ചെയ്ത് നോക്കിയേ. എന്തിനെയാണ് മറികടക്കാൻ? തുരങ്കം എന്ന് കേട്ടാലേ ടൈപ്പ് 2 അല്ലേ? തുരങ്കം, പ്ലാറ്റ്ഫോം, പാലം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ ആണെങ്കിൽ അത് ടൈപ്പ് 2 ആണെന്ന് മനസ്സിലായി. ടൈപ്പ് 2 ആണെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു എഴുതണം, അന്നേരം ഇക്വേഷൻ അങ്ങ് എഴുതണം. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് ഇവർ തരുന്ന തുരങ്കമായിരുന്നു, തുരങ്കത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. ഇതായിരുന്നു ഇക്വേഷൻ. സ്പീഡ് തന്നിട്ടുണ്ടോ? സ്പീഡ് 90 km/h എന്നല്ലേ പറഞ്ഞത്? അപ്പൊ സ്പീഡ് 90 km/h, km/h m/s ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇടദോഷം ക്ലിയർ. വലദോഷം ട്രെയിനിന്റെ നീളം 650, അതേപോലെ തുരങ്കത്തിന്റെ നീളം 100 മീറ്റർ. 650 100ഉം കൂടെ കൂട്ടിയാൽ 750 ഡിവൈഡഡ് ബൈ സമയം ആണ് കണ്ടുപിടിക്കേണ്ടത്. സമയമായിരുന്നു ക്വസ്റ്റ്യൻ മാർക്ക്. സമയം കണ്ടുപിടിക്കണം. 90ന്റെ 0, 750ന്റെ 0 കട്ട്. 9ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 18. 5ന്റെ എത്രാമത്തെയാ? 15ാമത്തെ ഗുണിതമാണ് 75. സോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് നമ്മൾ എത്തുവാണ്. വേറൊന്നും വെട്ടാനില്ല. സോ 15 × 2 30 വരും. അപ്പൊ നമുക്കായി ആൻസറായി സമയം ഇസ് ഈക്വൽ ടു 15 2 30, ഉത്തരം 30 സെക്കൻഡ് എന്നെഴുതി അവസാനിപ്പിക്കുക. അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ വെട്ടിയിലേക്ക് ഒരു മാർക്കായി. അപ്പൊ നിങ്ങൾ നോക്കണം, ആ ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ, ടൈപ്പ് 4 ആണോ നോക്കണം. സോ ആ കീവേഡ് വെച്ച് നോക്കിക്കൊണ്ട് വെട്ടാനും കൂടെ അറിഞ്ഞിരിക്കാവുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു ചോദ്യം കൂടെ പിടിച്ചു, അതാണ്ടേ ഈ ഒരു ചോദ്യം കൂടെ പിടിച്ചു. 64 km/h വേഗതയുള്ള ഒരു ട്രെയിന്, 20 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം. എടാ പ്ലാറ്റ്ഫോം എന്ന് കേൾക്കുമ്പോഴേ ആലോചിച്ചോണം അത് ടൈപ്പ് 2 ആ. പ്ലാറ്റ്ഫോം, പാലം, തുരങ്കം ടൈപ്പ് 2 അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ ഇതാ പിടിച്ചോ ഇക്വേഷൻ. പ്ലാറ്റ്ഫോം എന്ന് കേട്ടാൽ ടൈപ്പ് 2. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവർ തരുന്ന പ്ലാറ്റ്ഫോം അല്ലേ, പ്ലാറ്റ്ഫോമിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം. ഇതായിരുന്നു ഇക്വേഷൻ. ഞങ്ങൾ എഴുതി അങ്ങ് വെക്കുക ആദ്യം. സ്പീഡ് എത്ര? സ്പീഡ് എത്ര? സ്പീഡ് നോക്കി 64 km/h എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ km/h m/s ആക്കണ്ടടാ. സോ km/h m/s ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. ഇനി വലതുവശം ട്രെയിനിന്റെ നീളം അറിയില്ല. അപ്പൊ ട്രെയിനിന്റെ നീളം നിങ്ങൾ x എന്ന് എടുക്കണം, പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം 20 മീറ്റർ ഡിവൈഡഡ് ബൈ സമയം തന്നിട്ടുണ്ട്. സമയം 18 സെക്കൻഡ്. 18 സെക്കൻഡ് സമയം തന്നിട്ടുണ്ട്. സ്പീഡ് ഉണ്ട്, പ്ലാറ്റ്ഫോമിന്റെ നീളമുണ്ട്, സമയമുണ്ട്. ട്രെയിനിന്റെ നീളം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 18ഉം ഈ 18 നൈസായിട്ട് കട്ട് ചെയ്തൂടെ? രണ്ടുപേരും ഛേദമല്ലേ? രണ്ടുപേരും ഛേദമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ കിടക്കുന്ന 18 ഇവിടെ കിടക്കുന്ന 18 കൂടെ കട്ട് ചെയ്യാം, തെറ്റൊന്നുമില്ല. 64 5 കൂടെ ഗുണിച്ചാൽ എത്ര? 64 5 കൂടെ ഗുണിച്ചാൽ 320. ചെയ്തു നോക്ക് സൈഡിലോട്ട്. 64 5 കൊണ്ട് ഗുണിച്ച് നോക്ക്, ഉത്തരം 320 വരും. അപ്പൊ ഇവിടെ 320 എന്ന് വന്നു. വലതുവശത്ത് x + 20 എന്ന് വന്നു. അവിടുന്ന് x = +20 ഇപ്പുറത്ത് വന്നാൽ എന്തായി? -20 ആയി. 320 - 20 300 മീറ്റർ എന്ന് വരും.
അപ്പൊ ട്രെയിനിന്റെ നീളം എത്ര? 300 മീറ്റർ എന്ന് വരും. അപ്പൊ ഇത്തരത്തില് നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വരാൻ പോകുന്ന നമ്മുടെ ഡ്രൈവർ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്സിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ 2 ടൈപ്പ് ചോദ്യങ്ങൾ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുറഞ്ഞത് 50 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു പഠിക്കണം. അതേപോലെ ടൈപ്പ് 3 ടൈപ്പ് 4 ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് 1 മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. സോ ആ രീതി നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പഠനം മുമ്പോട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകാം പഠനത്തിനിടയിൽ. സോ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഡ്യൂൾസുകൾ പഠിക്കുമ്പോൾ ആ സിലബസിനകത്തെ പോർഷൻസ് പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആശയക്കുഴപ്പം, ഇത്തരം എല്ലാവിധ ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മാർച്ച് 18-ാം തീയതി രാത്രി 8 മണിക്ക് നമ്മളൊരു ഡ്രൈവർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ നിയാസാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഡ്രൈവർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല എല്ലാ സംശയങ്ങളും ആ ഒരു ലൈവിൽ ക്ലിയർ ചെയ്തുകൊണ്ട് പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഒരു സെഷൻ ആയിരിക്കും. ഒരുപാട് ഉപകാരപ്പെടും. സോ ആ ഒരു സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ വെബിനാറിൽ പങ്കെടുക്കുവാനുള്ള ലിങ്ക് നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റകൾ നിങ്ങൾ അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് ഈ ഒരു വെബിനാറിൽ കൂടി പങ്കെടുക്കുവാൻ ഈ ഒരു സാഹചര്യത്തിൽ റിക്വസ്റ്റ് ചെയ്യുവാണ്. അതേപോലെ തന്നെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ പറഞ്ഞിരിക്കുന്ന സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡ്രൈവർ കോംബോ ബാച്ച് എന്നാണ് അതിൻ്റെ പേര്. എല്ലാവിധ ഡ്രൈവർ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ സജ്ജമാക്കിയിരിക്കുന്നത്. സോ ഈ ഒരു സാധ്യത കൂടി നിങ്ങൾക്ക് ഇവിടെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. സോ ഈ ഒരു സാധ്യത കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ എത്തിക്കുവാൻ വേണ്ടി ഈ ഒരു സാധ്യത കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സോ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ സജഷൻസും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.